ഇൻഡിഗോയിൽ പ്രതിസന്ധി തുടരുകയാണ്. തിരുവനന്തപുരത്ത് നിന്ന് ഇൻഡിഗോയുടെ 5 വിമാനങ്ങൾ റദ്ദാക്കിയിട്ടുണ്ട്. ഡൽഹി, ചെന്നൈ, ഹൈദരാബാദ്, മുംബൈ, ബംഗളൂരു വിമാനങ്ങളാണ് റദ്ദാക്കിയത്. പുലർച്ചെ 1 മണിക്ക് പോകേണ്ടിയിരുന്ന ഷാർജ വിമാനം വൈകുകയുമാണ്. അയ്യപ്പ ഭക്തർ ഉൾപ്പെടെയുള്ള നിരവധി യാത്രക്കാരാണ് വിമാനത്താവളത്തിൽ കുടുങ്ങിക്കിടക്കുന്നത്. DGCA നിർദ്ദേശങ്ങൾ ഒന്നും തന്നെ പാലിക്കുന്നില്ല എന്ന് യാത്രക്കാർ പറയുന്നുമുണ്ട്. വിവരങ്ങളുമായി MS വീണ ചേരുകയാണ്. വീണ, ഈ പ്രതിസന്ധി തുടങ്ങിയത് ഇന്നോ ഇന്നലെയോ ഒന്നും തന്നെയില്ല. കൂടുതൽ വിമാന സർവീസുകൾ റദ്ദാക്കുകയാണ് എന്നുള്ള വിവരങ്ങളും പുറത്തു വരുന്നുണ്ട്. ഇന്നും ആ സ്ഥിതിക്ക് വ്യത്യാസമൊന്നും സംഭവിക്കുന്നില്ല. അവിടെ യാത്രക്കാരുടെ പ്രതിഷേധമാണോ? എന്താണ് നിലവിലത്തെ സ്ഥിതി? യാത്രക്കാരുടെ വലിയ തരത്തിലുള്ള പ്രതിഷേധം തന്നെയാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. ഞാനിപ്പോൾ നിൽക്കുന്നത് തിരുവനന്തപുരം അന്താരാഷ്ട്ര വിമാനത്താവളത്തിലെ ഡൊമസ്റ്റിക് ഏരിയയിലാണ്. മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് പോകുന്ന നിരവധി യാത്രക്കാരാണ് ഇവിടെ കൃത്യമായി വലഞ്ഞു പോകുന്നത് എന്നുള്ളതാണ് കമ്പനിയുടെ ഭാഗത്ത് നിന്ന്. അതായത് ഇൻഡിഗോ വിമാനങ്ങളാണ് ഇപ്പോൾ റദ്ദാക്കിയിരിക്കുന്നത്. 5 വിമാനങ്ങളാണ് റദ്ദാക്കിയിരിക്കുന്നത്. രാവിലെ 6:05 മുതൽ 11:55 വരെ പുറപ്പെടേണ്ടിയിരുന്ന 5 വിമാനങ്ങൾ റദ്ദാക്കിയിരിക്കുകയാണ്. അതിൽ വലിയ തരത്തിലുള്ള ബുദ്ധിമുട്ടുകളാണ് യാത്രക്കാർ അനുഭവിക്കുന്നത്. ജോലി ആവശ്യങ്ങൾക്കായും വിദ്യാഭ്യാസ ആവശ്യങ്ങൾക്കായും ബംഗളൂരു, ചെന്നൈ, അതുപോലെ തന്നെ ഡൽഹി, ഹൈദരാബാദ് ഇടങ്ങളിലേക്ക് പോകേണ്ടിയിരുന്ന യാത്രക്കാരാണിപ്പോൾ എയർപോർട്ടിൽ അകപ്പെട്ടു പോയിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ടുള്ള കൃത്യമായ നിർദ്ദേശങ്ങളൊന്നും ഇൻഡിഗോ കമ്പനിയുടെ ഭാഗത്തു നിന്ന് ലഭിച്ചിട്ടില്ല എന്നടക്കം യാത്രക്കാർ പറയുന്നുണ്ട്. നമുക്കിപ്പോൾ ഈ എയർപോർട്ടിന്റെ മുൻവശത്ത് മാത്രമാണ് പ്രവേശനമുള്ളത്. മാധ്യമങ്ങളെ അകത്തേക്ക് പ്രവേശിപ്പിക്കില്ല. ഇപ്പോൾ ഇവിടെ നിൽക്കുന്നതിൽ ഇതുമായി ബന്ധപ്പെട്ടുള്ള ഒരു ബോർഡ് കൃത്യമായി നൽകിയിട്ടുണ്ട്. ആ ബോർഡിൽ ഇതുമായി ബന്ധപ്പെട്ടുള്ള അറിയിപ്പുകൾ വരുന്നുണ്ടെന്നല്ലാതെ യാത്രക്കാർക്ക് അകത്തേക്ക് ചെല്ലുമ്പോൾ മാത്രമാണ് ഇതുമായി ബന്ധപ്പെട്ടുള്ള യാത്രയുമായി ബന്ധപ്പെട്ടുള്ള നടപടിക്രമങ്ങളുമായിട്ട് മറ്റു ഉദ്യോഗസ്ഥരെ സമീപിക്കുമ്പോഴാണ് ടിക്കറ്റ് കൺഫേം ആണോ എന്നുള്ള കാര്യം പരിശോധിക്കാനായിട്ടുള്ള നിർദ്ദേശങ്ങൾ പറയുന്നത്. ഇവിടെ എത്തുന്നത് വരെ കൃത്യമായിട്ടുള്ള അറിയിപ്പൊന്നും യാത്രക്കാർക്ക് ലഭിച്ചിട്ടില്ല. ഇത്തരത്തിൽ നിരവധി യാത്രക്കാരുണ്ട്. അതായത് വിദ്യാഭ്യാസ ആവശ്യങ്ങൾക്കും ജോലി ആവശ്യങ്ങൾക്കുമായി മാത്രം പോകുന്നവരല്ല. ശബരിമലയിലെ ദർശനം കഴിഞ്ഞ് അവരുടെ സ്വദേശമായ ഹൈദരാബാദിലേക്ക് അടക്കം പോകുന്ന നിരവധി ഭക്തരുണ്ട്. അവരടക്കമുള്ളവർ ബുദ്ധിമുട്ടിലാണ്. ഇപ്പോൾ നമുക്ക് ആ സ്ക്രീനിൽ വ്യക്തമായി കാണാം ക്യാൻസൽ ചെയ്തിട്ടുള്ള ഫ്ലൈറ്റുകളുടെ എണ്ണമാണ്. അതായത് ബംഗളൂരു, ഹൈദരാബാദ് ഫ്ലൈറ്റുകൾ ക്യാൻസൽ ചെയ്തു എന്നുള്ള അറിയിപ്പാണ് നമുക്കിതിൽ കാണാൻ കഴിയുന്ന ഒരു സ്ക്രീനിൽ വ്യക്തമായി അറിയാൻ. മുംബൈ, ബംഗളൂരു, ഹൈദരാബാദ് തുടങ്ങിയ ഫ്ലൈറ്റുകൾ ക്യാൻസൽ ചെയ്തു എന്നുള്ള അറിയിപ്പുകളാണ് ഈ ഒരു സ്ക്രീനിൽ ഇപ്പോൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. യാത്രയ്ക്കായി തയ്യാറെടുത്ത് വിവിധ ഇടങ്ങളിൽ വന്നവരാണ് ഇവിടെ എയർപോർട്ടിൽ കുടുങ്ങിയിരിക്കുന്ന ഒരു സാഹചര്യമാണുള്ളത്. തുടർന്നുള്ള യാത്ര എങ്ങനെ ചെയ്യുമെന്നുള്ളത്, അതായത് വിമാനം റദ്ദാക്കിയതിനെ തുടർന്ന് മുമ്പോട്ടുള്ള യാത്ര എങ്ങനെയാണെന്നുള്ള കാര്യത്തിൽ ഒരു അറിയിപ്പും അവർക്ക് ലഭിക്കുന്നില്ല. റീഷെഡ്യൂൾ ചെയ്യുമെന്നുള്ള അറിയിപ്പടക്കം ഇവിടെ നിന്ന് എയർപോർട്ടിൽ അടക്കം നൽകുന്നുണ്ട് എന്നെങ്കിലും മാത്രം നമ്മൾ ഇടപെടുകയാണ്. ഇൻഡിഗോയെ ആശ്രയിക്കുന്ന നിരവധി യാത്രക്കാരാണ് ഇപ്പോൾ വിമാനത്താവളത്തിൽ കുടുങ്ങുന്ന സ്ഥിതിയിലേക്ക് എത്തുന്നത് എന്നുള്ളതാണ്. തിരുവനന്തപുരത്ത് നിന്ന് 5 വിമാനങ്ങൾ ഇതിനോടകം റദ്ദാക്കി അല്ലെങ്കിൽ വൈകുന്നു എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം.